പ്രിയപ്പെട്ട സർക്കാർ ശ്രീ പിണറായി വിജയൻ സാറിന് എൻ്റെ പേര് രേഖ രതീഷ്. ഞാൻ മലയാളം സീരിയൽ ഇൻഡസ്ട്രിയിലാണ് വർക്ക് ചെയ്യുന്നത്. എനിക്കൊരു മകനുണ്ട്, 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. കഴിഞ്ഞ 7-9 മാസങ്ങളായി എനിക്ക് ജോലിയില്ലാതെ ഞാൻ എൻ്റെ ഫ്ലാറ്റിൽ കഴിയുകയാണ് സർ. 2-3 മാസങ്ങളായി ഒരു കൂട്ടം യൂട്യൂബേഴ്സ് എൻ്റെ പിന്നാലെ എന്നെക്കുറിച്ച് വളരെ മോശമായ രീതിയിൽ ക്യാപ്ഷൻസ് കൊടുത്ത് ചിത്രീകരിക്കുകയും എന്നെ ജീവിക്കാൻ അനുവദിക്കാതെ എന്നെ സമ്മർദ്ദത്തിലാക്കുകയും ചെയ്യുന്നു. മാനസിക സമ്മർദ്ദം എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല സർ. ഈയിടക്കാലങ്ങളായി നമ്മുടെ കേരളത്തിൽ ഒരുപാട് ജീവൻ പൊലിഞ്ഞു പോകുന്നുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട്. ജീവിക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്ന ഒരു സ്ത്രീയാണ് ഞാൻ എൻ്റെ മകന് വേണ്ടിയിട്ട്. പക്ഷെ ഈ യൂട്യൂബേഴ്സ് കാരണം എനിക്ക് മുന്നോട്ട് ജീവിച്ചു പോകാനുള്ള ശേഷി ഇല്ലാതെ ആകുകയാണ്. മാനസികമായിട്ടുള്ള സമ്മർദ്ദം, എനിക്ക് ജീവിക്കാൻ പറ്റുന്നില്ല സർ. ഇങ്ങനൊരു വീഡിയോ ചെയ്യാനുള്ള കാരണം, എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ തീർച്ചയായും എന്തുകൊണ്ട് എന്നുള്ളൊരു ചോദ്യം വന്നാൽ എന്നെ തേജോവധം ചെയ്യുന്ന ഈ യൂട്യൂബേഴ്സ് തന്നെയാണ് ഇതിന്റെ പിന്നിലുള്ള കാരണം എന്ന് എനിക്ക് അറിയിക്കണം. ഇതുകൊണ്ടെങ്കിലും ഇവിടെ അവസാനിക്കണം ഈ കാര്യങ്ങൾ. എന്നെ മാത്രമല്ല, എന്റെ ഫീൽഡിലുള്ള ഒരു കൂട്ടം ആൾക്കാരെ ഇതുപോലുള്ള കാര്യങ്ങൾ കൊണ്ട് ചൂഷണം ചെയ്യുന്ന ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട്. ദയവേത് ഇതിനെതിരെ ശക്തമായ ഒരു തീരുമാനമെടുക്കണം. എനിക്ക് വേണ്ടി മാത്രമല്ല, ഇനിയുള്ള എൻ്റെ സഹോദരന്മാരും സഹോദരിമാർക്കും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകാതെ സർക്കാർ ഒരു തീരുമാനമെടുത്ത് ഇതിൽ നിന്നും ഞങ്ങളെല്ലാവരും രക്ഷിക്കണമെന്ന് താഴ്മയോടുകൂടി ഞാൻ അപേക്ഷിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ മനുഷ്യർക്കും 1000 നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. ഇത്രയും പേര് എനിക്ക് വേണ്ടി ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചല്ല. ഒരുപാട് സന്തോഷം തോന്നി. താങ്ക് യു സോ മച്ച്. ബഹുമാനപ്പെട്ട CM ശ്രീ പിണറായി വിജയൻ സാറിനും പ്രദീപ് സാറിനും ശശി സാറിനും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഒപ്പം ഇന്നലെ 3 മണിക്ക് ഞാൻ CM ഓഫീസിൽ ചെന്നു. എൻ്റെ പരാതികൾ ഞാൻ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു സാധാരണക്കാരി എന്ന നിലയിൽ പ്രദീപ് സാറും ശശി സാറും എനിക്ക് തന്ന സപ്പോർട്ടും ധൈര്യവും പറഞ്ഞറിയിക്കാൻ പറ്റുന്നതല്ല. താങ്ക് യു സോ മച്ച് സർ. അതുപോലെ തന്നെ പ്രിയപ്പെട്ട യൂട്യൂബേഴ്സ്, ഞാൻ എല്ലാ യൂട്യൂബേഴ്സ് എന്ന് പറഞ്ഞിട്ടില്ല, ഒരു കൂട്ടം യൂട്യൂബേഴ്സ് എന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. മേ ബി അപ്പോഴത്തെ മാനസികാവസ്ഥ എന്നെ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം പറയിപ്പിച്ചത്. അതാരെങ്കിലും നോവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കുന്നു, ക്ഷമ ചോദിക്കുന്നു. മനഃപൂർവ്വം ചെയ്തതല്ല ആ വീഡിയോ. ആ ഒരു സ്പോട്ടിൽ അമ്മ ആരോടെങ്കിലും പറഞ്ഞാൽ അമ്മയ്ക്ക് ആ പ്രഷർ മാറുമെന്നുണ്ടെങ്കിൽ ചെയ്യൂ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ആരും ഇല്ലാത്തതുകൊണ്ട് എൻ്റെ പെട്ടെന്ന് എൻ്റെ മുന്നിൽ വന്നത് മുഖ്യമന്ത്രിയായിരുന്നു. അതുകൊണ്ട് അതെൻ്റെ ലാസ്റ്റ് ഹോപ്പായിരുന്നു. അങ്ങനെയാണ് ഞാനത് ട്രൈ ചെയ്തത്. ഇൻസ്റ്റ മുഖേനയാണോ ഇത് അറിയിക്കേണ്ടതെന്ന് പലരും ചോദിച്ചു. ഇൻസ്റ്റ മുഖേന അല്ല എന്നുള്ളത് എനിക്കറിയാം. ഞാൻ പല പ്രാവശ്യം കമ്മീഷണർ ഓഫീസും പോലീസ് സ്റ്റേഷനും വർഷങ്ങളോളം കയറി ഇറങ്ങിയിട്ടുണ്ട്. എനിക്കതുകൊണ്ട് ഒന്നും നേട്ടം കിട്ടിയിട്ടില്ല. പിന്നെ ഇതെല്ലാം തള്ളിക്കളഞ്ഞ് ഞാൻ എൻ്റെ മകനുമായിട്ട് ജീവിച്ചു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. വീണ്ടും ഈ ഒരു 3 മാസമായിട്ടുള്ള ഈ സ്ട്രെയിൻ എനിക്ക് ഒട്ടും തന്നെ താങ്ങാൻ പറ്റാത്തതിൻ്റെ ഒരു ലെവലിൽ എത്തിച്ചു എന്നെ. എന്തുകൊണ്ട് എല്ലാവരുടെയും പേര് പറഞ്ഞില്ല എന്ന് വെച്ചു. 10-20 പേരുണ്ട്. ഞാൻ എങ്ങനെ പറയും? ഒരു വീഡിയോയിൽ പറയാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് പറയാതിരുന്നത്. 1-2-3 പേര് എന്നെ കൂടുതൽ ഹേർട്ട് ചെയ്തവരെ ഞാൻ പറഞ്ഞുതരാം. ഒന്ന് എബാക് ഡിബേറ്റ് എന്ന് പറയുന്ന ഒരു ഇത്, അതുപോലെ തന്നെ മറുനാടൻ മലയാളി, സിനി ലൈഫ്. ഇതിൽ ഈ മറുനാടൻ മലയാളിയും സിനി ലൈഫാണ് ആദ്യം ഇതിൻ്റെ ഒരുപാട് മാസങ്ങൾ കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞ് ഈ വിത്ത് പാകിയത്. അവിടെ നിന്നും തുടങ്ങിയതാണ് എന്നെ മാനസിക സംഘർഷത്തിലും വീണ്ടും ഒരു 14 വർഷം മുമ്പേ ആത്മഹത്യ ചെയ്യണമെന്ന് തോന്നിയ ഒരു രേഖയിലേക്ക് എത്തിച്ചത് എബാക് ഡിബേറ്റ് എന്ന് പറയുന്ന ചാനലിലെ 2 പെൺകുട്ടികൾ വന്നിരുന്ന് പറഞ്ഞേക്കുന്ന ചില വാക്കുകളും പ്രസന്റ് ചെയ്തേക്കുന്ന രീതിയും ഹറാസ്മെന്റും നിങ്ങൾ കണ്ടു നോക്കൂ. ഒരു സ്ത്രീ എന്ന നിലയിൽ എനിക്ക് സഹിക്കാൻ പറ്റാവുന്നതിന്റെ അങ്ങറ്റമായിരുന്നു അത്. ഞാനും എൻ്റെ മകനും വളരെയധികം വേദനിച്ച ഒരു വീഡിയോ ആയിരുന്നു. അതുപോലെ തന്നെ കക്കിരിയൻ ഫാമിലി. ബ്രദറെ, ഞാൻ നിങ്ങളോട് എന്ത് ചെയ്തിട്ടാ? നിങ്ങൾ എന്തിനാണ് അങ്ങനെ ഒരു വീഡിയോ ചെയ്തത്? എൻ്റെ മകൻ ഇൻസ്റ്റയിൽ കണ്ടിട്ട് എന്നോട് വന്ന് ചോദിക്കുകയാണ്, സാരി മാറ്റുന്നത് പോലെ എന്ന് പറഞ്ഞാൽ എന്താ അമ്മ എന്ന് ചോദിച്ചാൽ ആ കുഞ്ഞിനോട് ഞാൻ എന്ത് പറഞ്ഞു കൊടുക്കണം? ബ്രദറെ, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ എൻ്റെ മകനോട് നിങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കൂ പ്ലീസ്. ദൈവത്തെ ഓർത്ത് നിങ്ങൾ ഒരു നന്മയും ഞങ്ങൾക്ക് ചെയ്യേണ്ട, പക്ഷെ പ്ലീസ് ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കൂ. ഞാനും എൻ്റെ മകനും ഈ കൊച്ചു കേരളത്തിൽ ജീവിച്ചു പൊയ്ക്കോട്ടെ. ദൈവത്തെ ഓർത്ത് ഉപദ്രവിക്കാൻ വരരുത് പ്ലീസ്. എന്നെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ മെസ്സേജുകളും കോൾസും തിരിച്ചു ചെയ്തിട്ടുണ്ട്. എൻ്റെ സഹപ്രവർത്തകർ, എന്നെ വിളിച്ചവർ എല്ലാവർക്കും ഞാൻ 1000 നന്ദികൾ പറയുന്നു. എന്നെ മാത്രമല്ല, ഇതുപോലുള്ള എൻ്റെ ഫീൽഡിലുള്ള എൻ്റെ സഹപ്രവർത്തകരെ ക്രൂരമായി ക്രൂശിക്കുന്ന തംബ്നെയിൽസും
കാര്യങ്ങളും ദൈവത്തെ ഓർത്തിട്ട് ഞങ്ങളെ ഉപദ്രവിക്കാൻ വരരുത്. ഞങ്ങളും ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന പാവപ്പെട്ടവർ തന്നെയാണ്. നിങ്ങൾക്കൊരു തോന്നലുണ്ടാവാം ജോലി ഇതാണ്, അതുകൊണ്ട് ഞങ്ങൾ എന്തോ വലിയ അല്ല. ഞങ്ങളും സാധാരണക്കാരായ അന്നുള്ള വരുമാനത്തിൽ ജീവിച്ചു പോകുന്നവരാണ്. ദയവേത് മനസ്സിലാക്കുക. ഞങ്ങളെ ഉപദ്രവിക്കാതെ നിങ്ങൾ നല്ല വീഡിയോസ് ചെയ്യും, ഞങ്ങളും സപ്പോർട്ട് ചെയ്യാം ഉറപ്പായിട്ടും. മോശമായ തംബ്നെയിൽസും കാര്യങ്ങളും ഉപയോഗിച്ച് ഞങ്ങളെ വേദനിപ്പിക്കാനോ ഞങ്ങളുടെ മെന്റൽ സ്ട്രെസ്സിനെ തകർക്കാനോ ശ്രമിക്കരുത് പ്ലീസ്. ഇതൊരു അഭ്യർത്ഥനയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു സോ മച്ച്. ഒരു മനുഷ്യനെ കൂട്ടത്തോടെ ഒരു 30 യൂട്യൂബേഴ്സാണ് ഇടുന്നത്. എന്തിനാണ് ഒരു മനുഷ്യനെ ഇത്രമാത്രം ഇത് പിച്ച് ചീന്താൻ എന്ത് പാപം ചെയ്തു നിങ്ങളോട് ഞാൻ? കഥയറിയാതെ ദൈവത്തെ ഓർത്ത് പറയരുത്. യാഥാർത്ഥ്യം എന്താണെന്നുള്ളത് എൻ്റെ ഓപ്പോസിറ്റ് വന്ന പലർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. അറിയാൻ മേലാത്തവർ ഒരു ചാനലിൽ കുറച്ച് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും സ്ലോ മോഷൻ ഷോർട്സും കാണിച്ച് എന്നെ ചിത്രീകരിക്കുമ്പോൾ ഞാനിപ്പോഴും പറയാൻ ഞാൻ അങ്ങനെ ഒരു സ്ത്രീ അല്ല. എൻ്റെ ലൈഫ് വേറെയാണ്. എന്നെ അറിയാതെ ആരും ഒന്നും പറയണ്ട. ഞാൻ എങ്ങനെയെങ്കിലും ജീവിച്ച് പോയിക്കോട്ടെ. ഞാനിത് എല്ലാ യൂട്യൂബേഴ്സിൻ്റെ അടുത്തും പറയാണ്. നിങ്ങൾ എന്നെക്കുറിച്ച് നല്ലതും ഇടണ്ട, നിങ്ങൾ എന്നെക്കുറിച്ച് ചീത്തയും പറയണ്ട. ഞാൻ ജീവിച്ച് പോയിക്കോട്ടെ. ഇനി ഞാൻ കല്യാണം കഴിക്കൂ കഴിക്കാതിരിക്കൂ ഇതെല്ലാം എൻ്റെ മാത്രമായിട്ടുള്ള പേഴ്സണൽ കാര്യമാണ്. നിങ്ങൾ യൂട്യൂബേഴ്സ് പൈസ ഉണ്ടാക്കാനാണെങ്കിൽ ചെയ്തോളൂ, സന്തോഷമുണ്ട്. എല്ലാ കുടുംബങ്ങളും നന്നായി ജീവിക്കണം. പക്ഷേ ഞങ്ങളെപ്പോലുള്ളവരെയും സാധാരണക്കാരെയും വലിച്ചു കയറി പേസ്റ്റാക്കിയിട്ട് നിങ്ങൾ 1 രൂപ ഉണ്ടാക്കല്ലേ. ഒരുപാട് പേരുടെ പ്രാക്കുകൾ അതിലുണ്ടാവും. നിങ്ങളത് മനസ്സിലാക്കണം. കാരണം ഇവർ തരുന്ന തംബ്നെയിൽസ് എന്ന് പറഞ്ഞാൽ, ഞാൻ ചോദിക്കട്ടെ, എൻ്റെ മകൻ 9ൽ പഠിക്കുന്നു. ഇൻസ്റ്റ എടുത്ത് സ്ക്രോൾ ചെയ്യുമ്പോൾ ഈ പിള്ളേരിരുന്ന് പറയാണ് തുണി മാറുന്നത് പോലെ ഭർത്താക്കന്മാർ മാറുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവരോട്, നിങ്ങൾക്ക് നാളെ മക്കളുണ്ടാവത്തില്ലേ പിള്ളേരെ? നിങ്ങളൊരു അമ്മയുടെ വയറ്റിൽ നിന്ന് തന്നെയല്ലേ ഉണ്ടായി വന്നത്? എന്ത് പറഞ്ഞാലും കുറ്റങ്ങൾ മാത്രമേ ഉള്ളൂ. വന്ന് നിന്നു, സംസാരിക്കുന്നു, ലിപ്സ്റ്റിക് ഇട്ടേക്കുന്നു, ഫേസിൽ മേക്കപ്പ്, ഒരു സാധനം ഇട്ടിട്ടില്ല. നിങ്ങൾ കണ്ടോളൂ. കാരണം ഇതൊക്കെ നിങ്ങൾ പറയുമ്പോണ്ടല്ലോ മാനസികമായി ഉണ്ടാകുന്ന വേദനകൾ ക്രൂരമായ രീതിയിലാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു താരത്തിന് മനസ്സിലായല്ലോ. നമ്മുടെ രേഖ രതീഷ്, അതായത് നമ്മുടെ പഴയ പരസ്പരം സീരിയലിലെ ദീപ്തി IPSന്റെ അമ്മായിയമ്മ. സത്യം പറഞ്ഞാൽ ആ ഒരു സീരിയലിൽ നമുക്ക് അവരെ വളരെയധികം ഇഷ്ടമായിരുന്നു കേട്ടോ. ഇപ്പോൾ ഇഷ്ടമല്ല എന്നല്ല, കഴിഞ്ഞ ദിവസം അവർ വന്നിട്ട് പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ് ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചാ വിഷയമാകുന്നത്. ആദ്യം അവർ വന്നിട്ട് പറഞ്ഞു, എന്നെ കുറേ യൂട്യൂബേഴ്സ് ജീവിക്കാൻ അനുവദിക്കുന്നില്ല, ഞാൻ ഭയങ്കര മാനസിക സമ്മർദ്ദത്തിലാണ്. CM അതായത് മുഖ്യമന്ത്രിക്ക് പരാതിയായിട്ടാണ് അവർ ആദ്യം വന്നിട്ട് കുറേ അധികം എല്ലാ യൂട്യൂബേഴ്സിനെ അടച്ചാണ് അവർ ആക്ഷേപിച്ചത്. അപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മളാരും ഇവരുടെ വീഡിയോ ഒന്നും എടുത്ത് ചെയ്തിട്ടുമില്ല. ഓൾമോസ്റ്റ് കുറേയധികം റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരുണ്ട്. അവരാരും ഇവരുടെ വീഡിയോ എടുത്ത് ചെയ്തതായിട്ട് ഒന്നും തന്നെ കണ്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ യൂട്യൂബേഴ്സും പ്രതികരിച്ചു, ഞങ്ങളാരും ഇവരുടെ വീഡിയോ ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. തൊട്ട് പിന്നാലെ അവർ ഇന്ന് വന്നിട്ട് പറഞ്ഞു, ഞാൻ അന്നേരത്തെ വിഷമം കൊണ്ട് പറഞ്ഞു പോയതാണ്. കുറേ അധികം എല്ലാ യൂട്യൂബേഴ്സും അല്ല, കുറച്ചധികം യൂട്യൂബേഴ്സാണ് ഇവരെ ഭയങ്കരമായിട്ട് മാനസികമായിട്ട് തളർത്തുന്ന രീതിയിൽ വീഡിയോസും തംബ്നെയിലൊക്കെ കൊടുത്ത് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തതെന്ന് പറഞ്ഞു. അതിന് തൊട്ട് പിന്നാലെ ഇപ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസ് ചാനലിൽ വന്നിട്ട് അവർ പറയുന്നത് കേട്ടില്ലേ, കുറേ യൂട്യൂബേഴ്സ് ഉണ്ട്, മനസമാധാനം തരുന്നില്ല, അവരെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല, അങ്ങനെ മറ്റതാ മറിച്ചതാന്നൊക്കെ പറഞ്ഞു വീണ്ടും യൂട്യൂബേഴ്സിനെതിരെ പരാതി. സത്യം പറഞ്ഞാൽ എന്താ ഇതിന് നമ്മൾ പറയണ്ടേ? നമ്മൾ ആരെങ്കിലും ഇവരുടെ വീടിനകത്തേക്ക് ചെന്നിട്ട് ഇവരുടെ വീട്ടിൽ എന്ത് നടക്കുന്നു എന്ന് നോക്കിയിട്ടാണോ പറയുന്നത്? ഇവരായിട്ട് ഇവരുടെ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്ന് പങ്കുവയ്ക്കുന്നു. അതിനെയാണ് ആൾക്കാർ എടുത്തിട്ട് ചിലപ്പോൾ കമൻറ്റുകളായിട്ടും അല്ലെ വീഡിയോ ആയിട്ടും ചെയ്യുന്നത്. എന്താ ഇതിന് പറയേണ്ട? എന്താ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇവർ ഈ പല സമയത്ത് പല രീതിയിൽ വന്നിട്ടാണ് ഓരോരോ കാര്യങ്ങൾ പറയുന്നത്.